ഇവൻ ആരാണ്? എന്ത് തെറ്റാണ് ഇവൻ ചെയ്തത്? ഇവന്റെ പേര് യേശു എന്നാണ്. ഇവൻ യഹൂദരുടെ രാജാവാണെന്ന് അവകാശപ്പെടുന്നു. ഇവൻ യഹൂദരുടെ രാജാവാണെന്നും ക്രിസ്തുവാണെന്നും പറഞ്ഞു. ഇവൻ ജനങ്ങളെ വഴിതെറ്റിക്കുകയും മിശിഹ ആണെന്ന് പറയുകയും ചെയ്തു. നീ യഹൂദരുടെ രാജാവാണോ? നീ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. ഇവൻ ദേവാലയം നശിപ്പിക്കുമെന്നും 3 ദിവസം കൊണ്ട് അത് നിർമ്മിക്കുമെന്നും പറഞ്ഞു. ഇവൻ ദൈവനാമം ഉപയോഗിക്കുകയും ദൈവപുത്രനാണെന്ന് പറയുകയും ചെയ്യുന്നു. പ്രഭു, ഈ നീതിമാനെ ഒന്നും ചെയ്യരുത്. ഇദ്ദേഹത്തെ പ്രതി സ്വപ്നത്തിൽ ഞാൻ വളരെ വേദന അനുഭവിച്ചു. ഇവനിൽ ഞാൻ കുറ്റമൊന്നും കാണുന്നില്ല. ചാട്ടവാരനാൽ അടിച്ച ശേഷം ഹെരോദോസിന്റെ അടുക്കിലേക്ക് ഇവനെ അയച്ചേക്കും. പിടിച്ചോണ്ട് വാടാ യൂദന്മാരുടെ രാജാവിനെ. നടക്കണങ്ങോട്ട്. യഹൂദരുടെ രാജാവ്. നടക്കണങ്ങോട്ട്. പിടിച്ച് കെട്ടണവന്. അടിക്കണവന്. യഹൂദരുടെ രാജാവ് ദേ കിടക്കുന്നു. രാജാവ്. വെക്കടാ രാജാവിന് ഒരു കിരീടം. യഹൂദരുടെ രാജാവ്, നിനക്ക് സ്വസ്തി. പ്രഭു, ഹെരോദോസ് അവനെ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചയച്ചു. ഞങ്ങൾ അവനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവനെ ഇങ്ങ് കൊണ്ടുവരും. പെസഹ നാളിൽ ഒരുവനെ മോചിപ്പിക്കുന്ന പതിവുണ്ടല്ലോ. ഞാൻ ആരെ വിട്ടു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക.
ഞാൻ എന്ത് ചെയ്യണം? യേശുവിനെ ക്രൂശിക്കുക. ബറബ്ബാസിനെ വിടുവിക്കുക. ക്രൂശിക്കാൻ മാത്രം എന്ത് തെറ്റാണ് ഇവൻ ചെയ്തത്? ക്രൂശിക്കാൻ മാത്രം തിന്മയൊന്നും ഞാൻ ഇവനിൽ കാണുന്നില്ല. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അത് നിങ്ങളുടെ കാര്യമാണ്. അത് ഞങ്ങളുടെ സന്തതികളുടെയും മേലായിക്കൊള്ളട്ടെ. അവനെ നിങ്ങൾ കൊണ്ടുപോയി ക്രൂശിച്ചുകൊള്ളു. ഒന്നാം പുസ്തകം ഈശോമിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്നു. അവിടുത്തെ ഒന്ന് നോക്കുക. ശരീരം, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ മുൾമുടി, ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ വരയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരേണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. എങ്കിലും അവിടുന്ന് എല്ലാം നിശബ്ദനായി സഹിക്കുന്നു. ഇത് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ ഉടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. പതിനൊന്നാം സ്ഥലം ഈശോമിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോമിശിഹായെ ഞങ്ങളെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ക്രിസ്തുനാമം ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ജെറുസലേം ദൈവങ്ങളെ പണിയെന്ന് പറഞ്ഞവനാ. കിടപ്പ് കണ്ടില്ല. ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവർ ആണി തറയ്ക്കുന്നു. ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. ഉഗ്രമായ വേദന, മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ. എങ്കിലും അവിടുത്തെ അധരങ്ങളിൽ പരാതിയില്ല, കണ്ണുകളിൽ നൈരാശ്യമില്ല. പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരക്ഷകനായ കർത്താവെ, സ്നേഹത്തിന്റെ സന്ദേശവുമായി വന്ന അങ്ങയെ ലോകം കുരിശിൽ തറച്ചു. അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങയെ ദ്വേഷിച്ചു. യജമാനേക്കാൾ വലിയ ഭൃത്യരില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയോടുകൂടി കുരിശിൽ തറയ്ക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ ജീവൻ പന്ത്രണ്ടാം സ്ഥലം ഈശോ മിശിഹാ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു.